തിരുവനന്തപുരം പോങ്ങുമൂട് താമസിക്കുന്ന സിവിൽ ജഡ്ജ് ടിആർ റോസ്മേരിക്കും അമ്മ അഡ്വക്കേറ്റ് ശോഭയ്ക്കുമെതിരെ നിരവധി പരാതികൾ. ശ്രീകാര്യം പോലീസിലും സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് പരാതികൾ നൽകിയിട്ടുള്ളതെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് പരാതി നൽകിയവർ പറയുന്നത്. വഴി ഗേറ്റ് വെച്ച് അടയ്ക്കുന്നു എന്നും ലീസിനെടുത്ത ടർഫ് നടത്തിപ്പുകാരായ സംരംഭകരെ തടയുന്നു എന്നുമാണ് നാട്ടുകാരുടെ പരാതി. അമേരിക്കൻ പൗരനെയും ഭാര്യയെയും പൂട്ടിയിട്ടു എന്ന മറ്റു പരാതിയുമുണ്ട്. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറയുന്ന വീഡിയോയും ജാത്യാധിക്ഷേപം നടത്തുന്ന ജഡ്ജിന്റെ അമ്മയുടെ ദൃശ്യങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഗേറ്റ് അടക്കാൻ ആര് പറഞ്ഞേക്കുന്നത് ഗേറ്റ് അടക്കാൻ? നീ പടിയാണ് നീ എന്റെ അടുത്ത് സംസാരിച്ചാണ്ടല്ലേ. പിന്നെ ഗേറ്റ് അടയ്ക്കാൻ കോടതി പെർമിഷൻ കൊടുത്തിട്ടില്ല ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി. ഞങ്ങൾ അവിടെ കോടതി വന്നിട്ട് പറയുന്നുണ്ട് ഗേറ്റ് ഞങ്ങൾ അടയ്ക്കത്തില്ല. ഞാൻ വന്നത് കണ്ടില്ലേ, ഞാൻ വന്ന പരാതികളിൽ ഒരു കഴമ്പുമില്ല എന്നും എല്ലാം കോടതിയുടെ പരിഗണനയിലാണ് എന്നുമാണ് ജഡ്ജിന്റെ അമ്മയുടെ പ്രതികരണം കേൾക്കാം. 15 ലിങ്ക്സ് ആണ് അവർക്ക് ഞങ്ങൾ ഔദാര്യമായിട്ട് ഞങ്ങളുടെ പറമ്പിൽ കൂടെ പോകാൻ കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ അനുസരിച്ച് കൊടുത്തു പോയി. ഇപ്പൊ 15 ലിങ്ക്സ് വിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ 3 അടിയുള്ള ഒരു ഫെൻസിങ് ചെയ്യാം, അതായത് ഈ ഗാർഡൻ ഫെൻസിങ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ചെയ്യാൻ നോക്കിയപ്പം അവര് തടുക്കുന്നു. അതിന് ഞങ്ങൾ കോടതി മുഖേന ഞങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. റഫിന്റെ കേസും കോടതി കിടക്കുന്നതാണ്. കുമാർ കുശാൽ, അയാളുടെ പേര് തന്നെ മാറ്റിയാണ് ജയൻ എന്നൊക്കെയായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞത്. അയാൾ ഒരു മാഫിയയുടെ കണ്ണിയാണ്. അത് ഞാൻ ചീഫ് മിനിസ്റ്ററിന് വരെ ഞാൻ അയാൾക്കെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ടി വി പ്രസാദിന്റെ വിവരങ്ങളുമായി ഒപ്പം തന്നെ സുനിഷ യെല്ലൂരും ആർ റോഷിപാലും. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, എന്താണ് ഈ പരാതികളുടെ അടിസ്ഥാനം? ഇപ്പോൾ ഒന്നിലധികം പരാതികളാണ്. ഈ പരാതികളിലൊന്നും തന്നെ പോലീസ് അനങ്ങിയിട്ടില്ല എന്നാണോ? പോലീസ് എന്താണ് പറയുന്നത് ഇക്കാര്യത്തിൽ? സ്മൃതി, ഇതിൽ ഒന്നിലധികം പരാതികൾ എന്നല്ല, ഏതാണ്ട് 13-ലധികം പരാതികളാണ് ഇതിനകം തന്നെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും ഉൾപ്പെടെ പോയിട്ടുള്ളത് എന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മജിസ്ട്രേറ്റ് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി ജഡ്ജായി എന്നാണ് പറയുന്നത്. പക്ഷേ വീട്ടിലുള്ള 2 വാഹനത്തിൽ ഒന്നിൽ മജിസ്ട്രേറ്റ് എന്നും ഒന്നിൽ സിവിൽ ജഡ്ജുമാണ് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ആ ഒരു പരാതിയിലെ പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പിറകിൽ താമസിക്കുന്നവർ 1991 ഇവിടെ ഭൂമി വാങ്ങി താമസത്തിന് വരുന്നത്. ഇവിടെയുള്ള ജഡ്ജും ഇവരുടെ കുടുംബവും ഇവിടെ താമസം വാങ്ങുന്നത് 1997 ഇവിടെ ഭൂമി വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ആധാരപ്രകാരം ഇവർക്ക് 15 ലിങ്ക്സ്, അതായത് 3 മീറ്റർ വഴിയുണ്ട് എന്നാണ് ആധാരത്തിൽ പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇൻ്റർലോക്ക് വെച്ച് കെട്ടി ഈ ഭാഗം വരെയുള്ള സ്ഥലം ഇപ്പോൾ 2.80 മാത്രമാണ് അളന്നു നോക്കുമ്പോൾ ഉള്ളത്. ഇതേപോലെ അവിടുന്ന് അങ്ങോട്ടേക്ക് കുറവുണ്ട് എന്നുള്ളതാണ് ആ പരാതിക്കാരൻ പറയുന്നത്. മാത്രമല്ല ഇവിടെ ഗേറ്റ് വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗേറ്റ് വെച്ചത് ഇവൻ്റെ അപ്പുറമുള്ള ആളല്ല, മറിച്ച് മജിസ്ട്രേറ്റിൻ്റെ അമ്മയും ചേർന്ന് താമസിക്കുന്ന ഈ വീട്ടിൻ്റെ ഉടമസ്ഥരാണ്. പലതവണ ഇതുവഴി പോകാൻ ശ്രമിച്ചപ്പോൾ ഇവരെ തടയുന്ന ദൃശ്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പരാതിക്കാരനായിട്ടുള്ള നിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിതിന് പറയാനുള്ളതെന്ന് കേൾക്കാം. എന്താണ് സംഭവം? ഇത് ഞങ്ങൾക്ക് പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള വഴിയാണ് 15 ലിങ്ക്സ് വഴി എന്ന് പറയുന്നത്. ഇത് പുള്ളിക്കാരി ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം ഈ 15 ലിങ്ക്സ് വഴി എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് 2.90, 2.95 ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് തരത്തതുമില്ല. എന്ന് വെച്ചാൽ പറയുന്നത് ഇപ്പോൾ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത് 2.40 വരെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ വഴി തടയാനും പിടിക്കാനും ചീത്ത വിളിക്കലും പിടിക്കലും എന്നെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി എന്നെ മുക്കുവൻ വിളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ അമ്മ പുള്ളിക്കാരിയും വിളിക്കും. പിന്നെ ഈ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന അതിൻ്റെ പുറത്തൂടെ ഇപ്പോൾ ടെമ്പററി ഫെൻസ് കിട്ടാനാണ് നോക്കുന്നത്. 1 മാസം മുമ്പാണ് ഈ ഇൻ്റർലോക്ക് കൊണ്ടിട്ടപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. കാരണം ഞങ്ങൾക്ക് 15 ലിങ്ക്സ് വഴിയുള്ളതാണ്. ഇപ്പോൾ ഇഫക്റ്റീവ്ലി ഞങ്ങൾക്ക് 2.40 ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ വലിയ വണ്ടികൾ പുള്ളിക്കാരിക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറണ്ട എന്നുള്ളൊരു തീരുമാനമാണ് പുള്ളിക്കാരി എടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് പറഞ്ഞ ഇത് വലിയൊരു ഒബ്സ്ട്രക്ഷൻ അല്ലല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് അവരൊരു മയത്തിലാക്കിയിട്ട് ഞങ്ങളെ വിട്ടു. പരാതി കൊടുത്താൽ എന്തായാലും അവസ്ഥ? കേസെടുക്കുമോ?
കേസ് എടുക്കാറില്ല. പോലീസ് നമുക്കൊരു കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്ത് പറഞ്ഞു വിടും. ഇത് മിക്ക ആളുകളും വിചാരിക്കുന്നത് ഇവർ FIR എടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് വിചാരിച്ചിട്ടാണ് മിക്ക ആളുകളും പോകുന്നത്. ഇവർക്ക് പോലും ഈ ടർഫിൻ്റെ ഓണേഴ്സിന് പോലും അറിയില്ല ഇത് FIR എടുക്കണമെന്നുള്ളത്. ഈ FIR ഒന്നും എടുക്കാറില്ല. പോലീസുകാർ ഒരു കണക്കിന് വന്നിട്ട് അവരെ ഒതുക്കി ഇവരങ്ങ് കൊണ്ടുപോകുക. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഇവരാണ് സ്മൃതി. മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ ഇവിടെ ഈ കാണുന്ന മതിൽ, ഈ കെട്ടിയ ഭാഗത്തുള്ളതാണ് മറ്റൊരു വിഷ്വൽ. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടേക്ക് അമേരിക്കൻ പൗരനായ കുമാർ കുശാൽ എന്ന ആളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്ന സമയത്ത് ഈ ഗേറ്റ് ഇവിടെ അടച്ചിട്ടു. ആ ഗേറ്റ് അടച്ചിട്ടതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. തുടർന്ന് അമേരിക്കൻ പൗരനോട് വളരെ മോശമായി പെരുമാറുകയും ഇതേ അമേരിക്കൻ പൗരൻ ശ്രീകാര്യം പോലീസിലും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുക്കുകയും ചെയ്തു. അതിൽ നടപടി ഉണ്ടായില്ല. ഒരു വാടകക്കാരൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ താമസിച്ചു, കുറച്ച് വർഷം മുമ്പ് ഇവിടെ താമസിച്ചു. അദ്ദേഹത്തിന് 3 മാസത്തെ അഡ്വാൻസ് കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുത്തില്ല. ഗൃഹോപകരണങ്ങളും തിരിച്ചു കൊടുത്തില്ല. അതോടൊപ്പം തന്നെ ടർഫിൻ്റെ വിവരവുമായിട്ട് റോഷിപ്പാൽ ചേരുന്നുണ്ട്. ടർഫിൻ്റെ അവർക്ക് 60 ലക്ഷത്തോളം നഷ്ടമായി എന്നാണ് പറയുന്നത്. 30 ആണെന്നാണ് നമ്മൾ കരുതിയത്, അതിലേറെ നഷ്ടമാണ്. ഇപ്പോൾ ഈ ടർഫ് നടത്തുന്നത് ഇവരാണ്. ഈ നമ്പർ മജിസ്ട്രേറ്റിൻ്റെ അമ്മ അഡ്വക്കേറ്റ് ശോഭയുടേതാണ്. ലൈസൻസ്